ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ yet another വീഡിയോ ഓഫ് ലെറ്റ്സ് ടോക്ക് മോർ ടെക്. സോ യെസ്, നമ്മൾ ഈ ചാനലിൽ എപ്പോഴും പറയുന്ന പോലെ ടെക് റിലേറ്റഡ് കോണ്ടന്റ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെത് ഈ ഒരു എയർപോഡ്സ് പ്രോ 2 ആയിട്ടാണ്, അതായത് ജനറേഷൻ 2. സോ ഇത് ഞാനിപ്പോൾ പാസ്റ്റ് ഒരു 7 months അല്ലെങ്കിൽ 6+ months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ എനിക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ യൂസ് ചെയ്തതിൽ എൻ്റെ റിയൽ ലൈഫ് ടൈം എക്സ്പീരിയൻസും, അതേപോലെ നിങ്ങളൊരു എയർപോഡ്സ് ജനറേഷൻ 2 യൂസർ ആണെങ്കിൽ എങ്ങനെ ഇത് ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് അറിയാത്ത കുറേ ഹിഡൻ ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അപ്പോൾ ഫുൾ പൊട്ടൻഷ്യൽ എങ്ങനെ യൂസ് ചെയ്യാം, അതേപോലെ നിങ്ങൾ ഈ ഒരു എയർപോഡ്സ് ജനറേഷൻ 2 നിങ്ങളൊരു ഓഡിയോ ഡിവൈസ് ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഏത് ടൈപ്പ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ അതിൽ ചെയ്യുന്നത്. സോ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതേപോലെ ബാക്കിയുള്ളവർ കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം. സോ എന്തായാലും കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ പെർസ്പെക്റ്റീവ് എന്ന് നമുക്കറിയാം, ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് എന്തായാലും ആപ്പിൾ തരും. ആപ്പിളിൻ്റെ ഏത് ഡിവൈസ് എടുത്താലും, അതിപ്പോൾ നമ്മൾ ഫോൺ എടുത്താലും, എയർപോഡ്സ് എടുത്താലും, മാക്ക് എടുത്താലും, നമ്മുടെ ഐപാഡ് എടുത്താലും, ഏത് ഡിവൈസ് എടുത്താലും, ഇനി മാക്കിന് എടുത്താൽ കൂടെ അതിൻ്റെ പെർഫോമൻസ് ഓറിയൻറ്റേഷനിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പീക്ക് ലെവൽ പെർഫോമൻസ് അതിൽ നിന്ന് കിട്ടും. സോ എന്തായാലും ഇതിൻ്റെ ഡിസൈനിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ, എഡ്ജൊക്കെ ആയിട്ട് നമ്മളൊരു ടിപ്പിക്കൽ ഒരു എയർപോഡ്സ് ഏത് ഡിവൈസ് എടുത്താലും കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് അവർ കൊണ്ടുവരിക. പിന്നെ ഇവരുടെ ഒരു ഡ്രോബാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വൈറ്റ് കളറിലാണ് എപ്പോഴും ചെയ്യുന്നത്. അതിനൊരു റീസണും ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ഉണ്ട്. ഒരു 50 gram ഒക്കെയാണ് ഇതിൻ്റെ മൊത്തത്തിൽ. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ TWS മീൻസ് ഈ സ്പീക്കേഴ്സും പിന്നെ അതേപോലെ കേസും എല്ലാം കൂടെ ചേർത്ത് ഒരു 50 ഗ്രാമിൻ്റെ അകത്ത് 51 ഗ്രാമിൻ്റെ അകത്ത് വെയിറ്റ് വരും. പിന്നെ നമുക്കത് ഡിസൈനിൽ ഫസ്റ്റ് തന്നെ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ലൈറ്റ് ഇൻഡിക്കേഷൻ ആണ്. നമുക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത്, ലോ ബാറ്ററി ആവുന്ന സമയത്ത്, അലേർട്ട്സ് വരുന്ന സമയത്ത്, പിന്നെ ഫൈൻഡ് മൈ ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ബ്ലിങ്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മളിവിടെ ബാക്ക് സൈഡിലൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. വിസിബിൾ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ള അതിനാണ്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയർ മോഡിലേക്ക് പോകും. പെയർ മോഡിലേക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ ഈ ലൈറ്റ് ബ്ലിങ്ക്. അപ്പൊ ഇതിന്റെ ഫിസിക്കലി ഈ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്ക് ലൈറ്റ് നമ്മളെ ഈ ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു ഹിഞ്ച് ഇത് അലൂമിനിയം ആണ് കൊടുത്തിട്ടുള്ളത്, മെറ്റലാണ്. ബാക്കി ഇതിന്റെ കേസൊക്കെ ഫുള്ളി നമ്മളൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക് ഡിസൈനിലാണ് ഇതുള്ളത്. എന്നാലും ഇത് അത്ര ചീപ്പറായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കമ്പയർഡ് ടു അതർ TWS. ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബോട്ടിൻ്റെ ഈ ഒരു TWS ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു സാധനമൊക്കെ പ്ലാസ്റ്റിക് ആണ്. പിന്നെ അത് ബാക്കിലെ ഹിഞ്ചും ഒക്കെ പ്ലാസ്റ്റിക് ആണ്. അപ്പം ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ആയാലും ഞാൻ പറഞ്ഞു, ഇതിനേക്കാൾ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യമായാലും യൂസ് ചെയ്തിരിക്കുന്ന കമ്പോണൻസിൻ്റെ കാര്യമായാലും ഇത് അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനിൽ നമുക്കിതാ താഴെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. Type C ചാർജിങ് ആണ്. അപ്പോൾ ഇത് റിലീസ് ആയിട്ടുണ്ടായത് 2022-ലാണ്. അപ്പം അതിന് ശേഷം 2023 ഏകദേശം ഒരു എൻഡൊക്കെ ആവാനായപ്പോൾ അവർ ഇനി C-ടൈപ്പിലേക്ക് മാറ്റണം എന്നുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ആ ഒരു ഇടപെടലോട് കൂടി അവരിത് C-ടൈപ്പിലേക്ക് മാറ്റി. ദാറ്റ്സ് ആക്ച്വലി എ ഗുഡ് തിങ്. കാരണം നമുക്ക് C-ടൈപ്പ് എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് C-ടൈപ്പിലേക്ക് മാറ്റിയ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് സ്പീക്കേഴ്സ് ഫൈൻഡ് മൈ ഡിവൈസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ നമുക്കൊരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റൽ ലൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഈ ലൂപ്പ് നമുക്ക് ലാൻഡ്യാർഡ് കണക്ട് ചെയ്യാം. മീൻസ് നമ്മളൊരു ത്രെഡ് പോലത്തെ സാധനം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ഒരു ലൂപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു തേർഡ് പാർട്ടി സാധനങ്ങൾ ഉപയോഗിച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം അവരെ പ്രൊഡക്റ്റ് വെക്കൂല. അപ്പം അതിൽ മെയിൻ ആയിട്ടുള്ള യൂസ് ആ ലൂപ്പ് നമ്മളെ ലാൻഡ്യാർഡായിട്ട് യൂസ് ചെയ്യാൻ മാത്രമല്ല, ഇതാണ് നമ്മുടെ ഫൈൻഡ് മൈ ഡിവൈസിൻ്റെ ആൻറ്റിന. ഇത് എത്രത്തോളം പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. ഇതാണ് അതിൻ്റെ ആൻറ്റിനയായിട്ട് നമ്മളെ ഫൈൻഡ് മൈ ഡിവൈസ് കൊടുക്കുന്ന സമയത്ത് ആൻറ്റിനയായിട്ട് നമ്മളെ സിഗ്നൽ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആൻറ്റിന ഇതാണ്. പിന്നെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ പുറത്തെടുത്ത് അത്യാവശ്യം സ്ട്രോങ് മാഗ്നറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഇത് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് സർഫസ് കാണാൻ പറ്റും. കാരണം ഇത് സ്റ്റിക്ക് ചെയ്ത് തന്നാലുള്ള കറക്റ്റായിട്ട് ചാർജ് ആവുള്ളൂ. അപ്പം ഇടയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെറുതായിട്ട് പറ്റി പിടിച്ചൊക്കെ ഇരുന്നാൽ അത് നമുക്ക് കറക്റ്റായിട്ട് ചാർജ് ആവില്ല. അപ്പം അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഓപ്പണിങ് ആൻഡ് ക്ലോസ് ഈ ഒരു മാഗ്നറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുക. അതിൽ സ്റ്റക്കായി പോവുക അല്ലെങ്കിൽ ഭയങ്കര പ്ലാസ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ കറക്റ്റ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്.
പിന്നെ നമുക്ക് ഇതിന്റെ TWS അല്ലെങ്കിൽ ഈ സ്പീക്കേഴ്സ് എടുത്തു കഴിഞ്ഞാൽ സ്പീക്കേഴ്സ് നമുക്ക് ഏകദേശം ഒരു 5 ഗ്രാം 4 ഗ്രാം ആ ഒരു വെയിറ്റ് ഒക്കെ ഇതിന് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇയറിൽ പ്ലേസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതിന്റെ സിലിക്കൺ ടിപ്സ് ആണ് വരുന്നത്. ഇത് 4 ലെവല് സിലിക്കൺ ടിപ്സ് ആണ് ഇതിന്റെ കൂടെ വരിക. അതായത് സ്മോള്, എക്സ്ട്രാ സ്മോള്, മീഡിയം, ലാർജ്. എക്സ്ട്രാ സ്മോളിനെക്കാട്ടും എന്താ പറയുക ചെറുതായിട്ടുള്ള ടിപ്സ് ഇപ്പൊ വരുന്ന ജനറേഷൻ 3 അല്ലെങ്കിൽ എയർപോർട്സ് പ്രോ 3 വരുന്നുണ്ട് XX സ്മോൾ എന്ന് പറഞ്ഞിട്ട്. അതായത് എക്സ്ട്രാ സ്മോളിനും ചെറിയ ടിപ്പ് യൂസ് ചെയ്യേണ്ട ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ നമുക്കിതാ മൈക്ക് വരുന്നുണ്ട്. ഇൻ ഇയറിലേക്ക് വരുന്ന ഈ പോർഷനിൽ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പിഞ്ച് കൺട്രോൾസ്. ഇവിടെ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പിന്നെ അതേപോലെ പ്ലേ ആൻഡ് പോസ്. പിന്നെ ഇതിൽ വരുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റിലും ആയിട്ടാണ് മാറ്റി വെച്ചേക്കുന്നത്. നമുക്ക് റൈറ്റ് സൈഡിലാണ് നമ്മുടെ പിഞ്ച് ചെയ്യാല് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ അങ്ങനെ ഓരോ മോഡിലേക്ക് പോവാ. ഇതിൽ അതേപോലെ ട്രാൻസ്പെറൻസി മോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ അങ്ങനെ രണ്ടിലും കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് ഓരോ കൺട്രോൾസ് വരുന്നത്. സോ ആക്ച്വലി ഈ പിഞ്ച് കൺട്രോൾസ് ഭയങ്കര യുണീക്കാണ്. എയർപോർട്സിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പിഞ്ച് കൺട്രോൾസ് കിട്ടുന്നത്. പിന്നെ ഇതേപോലെ ഇത് താഴോട്ടായി കഴിഞ്ഞാൽ വോളിയം ഡൗൺ ആവും, മേലോട്ടായി കഴിഞ്ഞാൽ വോളിയം. അപ്പോൾ ആ ഒരു കൺട്രോൾസ് ഒക്കെ എയർപോർട്സിൽ മാത്രം വരുന്ന ഫീച്ചേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ ഈ ഡ്രൈവേഴ്സ് ആണെങ്കിൽ നമ്മൾ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല ലുക്ക് വരും. പിന്നെ അതുപോലെ അത്ര പെട്ടെന്നൊന്നും ഇളകി പോകുന്ന ഒരു ഡിസൈൻ ഒന്നും അല്ല. പിന്നെ അത് നമ്മൾ ഇടക്കിടക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ കേസ് മാക്സേഫ് കേസ് ആയാലും ഇതിലും അങ്ങനെ തന്നെയാണ്. പിന്നെ കേസിന്റെ കാര്യത്തിൽ മെയിനായിട്ട് എടുത്തു പറയാൻ വിട്ടുപോയത് പിന്നെ ചാർജിങ് നമുക്കിതിൽ വയർലെസ്സും വയേർഡ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. പിന്നെ റിവേഴ്സ് വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിന്റെ പിന്നിൽ കൊണ്ടുവച്ചാൽ അവിടുന്ന് ചാർജ് ആവും. QI സ്റ്റാൻഡേർഡ് QI ചാർജേഴ്സ് മീൻസ് വയർലെസ് ആയിട്ട് സ്റ്റാൻഡേർഡ് ചാർജേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് നമുക്കൊരു 6 hours ബാറ്ററി ബാക്കപ്പ് ആണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഡ്രൈവേഴ്സിൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ കേസിന്റെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് ഇതിൽ ബാറ്ററി വരുന്നത് ഒരു 523 അങ്ങനെ എന്താ MAH ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത്. അതേപോലെ ഇതിൽ നമുക്ക് വരുന്നത് എത്ര 50 mAh ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ആ ബാറ്ററി ബാക്കപ്പിലുള്ള ഒരു ഡിഫറൻസ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡ്രൈവേഴ്സിൽ അത്രയും തന്നെ വരുന്നുള്ളൂ. പിന്നെ മൈക്ക് ഈ താഴെ കാണുന്ന ഈ സിൽവർ കളറിൽ കാണുന്ന ഈ ഭാഗത്താണ് മൈക്ക് വരുന്നത്. അത് അവർ കവർ ചെയ്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ. റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് യൂസ്ഫുൾ ആവും, എന്തൊക്കെ ഫീച്ചേഴ്സ് യൂസ്ഫുൾ ആവില്ല, എന്തൊക്കെയാണ് ഇത് പ്രോസ് ആൻഡ് കോൺസ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഡിസൈനിന്റെ പ്രോ സാധനങ്ങൾ പറഞ്ഞു തന്നു. അപ്പൊ ഇതിന്റെ ഫ്ലോസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇത് വൈറ്റ് കളറിലാണ് ഇവിടെ തരുന്നത്. ഇപ്പൊ ഞാനിത് മേടിച്ചിട്ട് ആകെ 7 മാസമായിട്ടുള്ളൂ. ഫസ്റ്റ് ഒരു 15 ദിവസം യൂസ് ചെയ്ത് കേസില്ലാതെ അപ്പൊ തന്നെ ഇതിന്റെ മേലെ കാണിക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ സ്മഡ്ജസും അവിടെ ഇവിടെ വരഞ്ഞിട്ടുള്ള പാടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു. അപ്പൊ എനിക്ക് എന്ത് വേണ്ടി വന്നു? ഇത്തരത്തിലുള്ള ഒരു കേസ് ഉപയോഗിക്കേണ്ടി വന്നു. ഈ കേസിന്റെ ലിങ്ക് ഒക്കെ ഞാൻ പ്രൊഡക്റ്റ് ലിങ്കിൽ കൊടുത്തിട്ടാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഇതിന്റെ ഡെഡിക്കേറ്റഡ് വീഡിയോ മീൻസ് ഒരു റീലോ ഷോർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ലിങ്ക് കിട്ടും. ഇൻസ്റ്റഗ്രാം വിസിറ്റ് ചെയ്താൽ മതി. അപ്പം ഇത്തരത്തിലൊരു കേസ് ഞാൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഓരോരോ സ്മഡ്ജസും വരകളും അതും ഇതൊക്കെ വരും. അപ്പൊ നിങ്ങൾ കുറച്ച് കാലം ഉപയോഗിച്ചാൽ കൂടെ ഭയങ്കര ഏജ് ഇതിന് തോന്നിക്കും. അതൊരു ബിസിനസ് ടാക്ടിക് ആണ്, എത്രത്തോളം പേർക്ക് അറിയാമെന്നറിയില്ല. അപ്പൊ എന്തായാലും അതാണ് ഇതിന്റെ ഡിസൈനിലുള്ള ഒരു ഫ്ലോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫ്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് സെല്ലായി പോകാനും കൂടുതൽ കാര്യം ഈൽഡ് ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അവര്. പിന്നെ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിന്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു വയേർഡ് IEM അല്ലെങ്കിൽ അടിപൊളി കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഓഡിയോ ക്വാളിറ്റി വരുന്ന സോണീൻ്റെ ഒക്കെ ഓഡിയോ ഔട്ട്പുട്ട് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഒരു എയർപോഡ് എടുക്കരുത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിസൈൻ ഡിവൈസ് ആണെങ്കിൽ കൂടി നമുക്ക് അത്തരത്തിലുള്ള ഓഡിയോ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ട്രൂലി വയർലെസ് ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ ട്രൂലി വയർലെസ് ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്കൊരു ലോസ് ഉണ്ടാവും, ലേറ്റൻസി ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഗെയിമിങ്ങിനൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡെയിലി റണ്ണറായിട്ട് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഞാൻ മുന്നേ ഒരു റീലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി നമ്മളൊരു 2 ദിവസം കൂടുമ്പോഴേ ഇത് ബാറ്ററി ചാർജ് ചെയ്യേണ്ടി വരും. നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ കംപ്ലീറ്റ്ലി ഇവർ ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് 6 hour, പാട്ട് കേൾക്കുകയാണെങ്കിൽ 4 hour, ആ രീതിയിലാണ് ക്ലെയിം ചെയ്യുക. അപ്പം നമ്മൾ ഒരിക്കലും ത്രൂ ഔട്ട് ദ ഡേ നമ്മളിത് കോൾ ചെയ്യാനോ പാട്ട് കേൾക്കാനോ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നത്. നമ്മൾ മിക്സ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോണ് ചെയ്യാൻ ഉപയോഗിക്കും, ചിലപ്പം സൂം മീറ്റിംഗ്സ് എഴുതുന്ന ഉപയോഗിക്കും, പിന്നെ അതായത് പാട്ട് കേൾക്കാൻ ഉപയോഗിക്കും.
ചിലപ്പോൾ ഗെയിം കളിക്കുക അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മീഡിയ കൺസപ്ഷൻ എല്ലാം മിക്സ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ കറക്റ്റ് എത്ര ബാറ്ററി ലൈഫ് കിട്ടുന്നുള്ളത് നമുക്ക് അത് വെച്ച് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മാക്സിമം ഒരു ദിവസം ഫുള്ള് ചാർജ് ആയി കൊണ്ടുപോയി കഴിഞ്ഞാൽ മാക്സിമം ഒരു 4 hours ഒക്കെ ഇത് യൂസ് ചെയ്യുള്ളൂ. കംപ്ലീറ്റ്ലി ഇത് ചെവിയിൽ വെച്ചിരിക്കുന്നില്ല, പിന്നെ കിടക്കുമ്പോഴൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് മാക്സിമം ഒരു 3 days ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്കിത് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കംപ്ലീറ്റ്ലി എല്ലാ ദിവസവും 4 hours ഞാൻ യൂസ് ചെയ്യാറുമില്ല. അപ്പം ഫുള്ളി ഞാൻ കോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, സൂം മീറ്റിംഗ്സ് എടുക്കും, മീഡിയ കൺസെപ്റ്റ് എടുക്കും, എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ്ഡ് ആയിട്ടാണ്. ചിലപ്പോൾ ഞാൻ ലാപ്പിൽ കണക്ട് ചെയ്യും, ചിലപ്പോൾ അതേപോലെ ഡിവൈസിൽ കണക്ട് ചെയ്യും, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പം ബാറ്ററീൻ്റെ സൈഡ് എടുക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി കമ്പനി ക്ലെയിം ചെയ്യുന്ന ആ ഒരു ബാറ്ററി ലൈഫ് ഇതിന് കിട്ടുമോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. റിയൽ ലൈഫിൽ നമുക്ക് അത് മാത്രമായിട്ട് യൂസ് ചെയ്യാനും പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കണക്ടിവിറ്റി. ഇപ്പം നമ്മൾ ഒരു ആപ്പിൾ ഡിവൈസ് യൂസേഴ്സ് ആണ്, മൊബൈൽ ആപ്പിൾ ആണ്, അതേപോലെ തന്നെ മാക്ബുക്ക്, ഐപാഡ്, അങ്ങനെ എല്ലാ സാധനവും നമ്മൾ ഒരു ആപ്പിൾ എക്കോസിസ്റ്റത്തിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സീംലെസ് ആയിട്ട് അതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസും അതേപോലെ തന്നെ ഒരു ഡിവൈസ് ടു ഡിവൈസ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര സീംലെസ് ആയിട്ട് നടക്കും. ഞാനിപ്പം എൻ്റെ ഫോണിൽ എന്തെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് എനിക്ക് നമ്മുടെ ലാപ്പിലും സെയിം ബ്ലൂടൂത്ത് ഓണാണ്, കണക്റ്റഡ് ആണ്. അപ്പം നമ്മൾ സ്ക്രീൻ ഓൺ ആയിട്ട് മൊബൈലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മൊബൈലിലായിരിക്കും ഇത് കണക്റ്റഡ്. പെട്ടെന്ന് നമുക്ക് സ്ലാക്കിലോ അല്ലെങ്കിൽ സൂമിലോ എവിടുന്ന് കോള് വന്നു, അപ്പം നമുക്കിത് സ്വിച്ച് ആയിട്ട് ലാപ്പിലെ കണക്ഷൻ വരും. ചില സമയത്ത് നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, ചില സമയത്ത് ഇത് ഇൻട്രപ്ഷൻ ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പം എൻ്റെ യൂസ് കേസിൽ എനിക്ക് പല സമയത്ത് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ചില നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇത് തന്നെ അതിലേക്ക് സ്വിച്ച് ആവും. പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വരുന്ന മെസ്സേജസിന്റെ ഒക്കെ അനൗൺസ്മെന്റ് നമ്മൾ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും യു ഹാവ് വൺ മെസ്സേജ് ഫ്രം ദിസ് ഗൈഡ് ദിസ് എന്നൊക്കെ പറഞ്ഞാൽ ഇനി വായിക്കാൻ പറ്റാത്ത ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ വായിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രപ്ഷൻ വരും. നമുക്കത് ഓഫ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് എൻ്റെ കേസിൽ എനിക്ക് ഭയങ്കര ഇൻട്രപ്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ കണക്ടിവിറ്റി ഭയങ്കര സീംലെസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലാപ്പിൽ യൂസ് ചെയ്യണമെങ്കിൽ ഫോണിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഫോൺ സ്ക്രീൻ ഓൺ ആയി തന്നെ സ്വിച്ച് ആവും. തിരിച്ച് സ്വിച്ച് ചെയ്യണമെന്നിൻ്റെ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ആയി തിരിച്ച് ലാപ്പിലേക്ക് സ്വിച്ച് ആവും. അതൊക്കെ ഭയങ്കര സീംലെസ് ആയിട്ട് നടക്കും. അതേപോലെ തന്നെ നിങ്ങൾ ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിത് ഫോണിൽ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ആപ്പിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്കിത് ഓഡിയോ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് റീല് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡും ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഓഡിയോ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് ഇത് നമ്മുടെ എയർപോർട്സിന്റെ ഈ മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കിതാ മേലെ ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, അപ്പൊ ഇതിൻ്റെയൊക്കെ ചെറിയ നോയ്സ് കേൾക്കുന്നുണ്ടാവും. ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ റൂമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പൊ ചെറിയ ലെവൽ നോയ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും. നമുക്ക് ഫുള്ളി ഇത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഫുൾ ടൈം ഒരു മൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഉണ്ടാവില്ല, ചെറിയ ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ ബാറ്ററിന് കാര്യം പറഞ്ഞ പോലെ കുറേ ലെങ്ത്തിലൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ബാറ്ററി ഒക്കെ ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരും, കാരണം കുറച്ച് സമയം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ നമുക്ക് പാട്ട് കേൾക്കാം, ചെറിയ രീതിയിലൊക്കെ പാട്ട് കേൾക്കാം, ചെറിയ ഓഡിയോ ഔട്ട്പുട്ടൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ ഞങ്ങൾ നോയ്സ് ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ ഇരുന്നിട്ടാണ് പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതിലുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ്, അതായത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ട്രാൻസ്പെറൻസി മോഡ്, അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് മറ്റേ ഐസൊലേഷൻ മോഡോ സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പിഞ്ച് കൺട്രോൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ ബൈ ഡിഫോൾട്ട് അത് ഓൺ ആവുന്ന രീതിയിൽ നമുക്ക് ഫോണിന് സെറ്റ് ചെയ്യാൻ പറ്റും. ഫോണിന് സെറ്റിങ്സ് തന്നെ, ഇതിന് ഡെഡിക്കേറ്റഡ് ആപ്പ് ഒന്നുമില്ല, ഫോണിന്റെ സെറ്റിങ്സ് തന്നെ നമുക്കിത് എടുത്തിട്ട് നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസ് മീൻസ് ഈ ഒരു എയർപോർട്സ് ഫോണിൽ കണക്ട് ചെയ്യാൻ തന്നെ നമുക്കത് ഡിവൈസിന്റെ സെറ്റിങ്സ് ഒക്കെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ആക്ച്വലി ഗുഡ് തിങ്. ഡെഡിക്കേറ്റഡ് വേറെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്നതിലും ഇൻബിൽഡ് ആയിട്ട് നമുക്കത് കൊടുത്തിട്ടുള്ള ഭയങ്കര അടിപൊളിയാണ്. ഇതേപോലെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ സെന്ററിൽ വന്നിട്ട് ബ്ലൂടൂത്തിന്റെ സെറ്റിംഗ്സിലേക്ക് വരിക. ബ്ലൂടൂത്ത് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഡിവൈസസ് ലിസ്റ്റ് ആവുന്ന ഇവിടെ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ സൈഡിലായിട്ട് ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അത് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ TWSൽ സെപ്പറേറ്റും കേസിൽ സെപ്പറേറ്റ് എത്ര ചാർജ് ഉണ്ട് കാണാം. ഇവിടെ നിങ്ങൾക്ക് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഓരോ മോഡ്സിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ നിങ്ങൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലുള്ള TWSൽ എന്തൊക്കെ കൺട്രോൾസ് വേണം, സിരി കൺട്രോൾ ഇതിലാണ്, സിരി കൺട്രോൾ ഇതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറും. അതേപോലെ തന്നെ എന്തൊക്കെ മോഡ്സ് ഇവിടുന്ന് നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിലും
ഇത് നിങ്ങൾ ഇവിടെ വെച്ച് സെറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഓരോ കൺട്രോളും കിട്ടുന്നത്. പിന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ഷനാണ് അവിടെ കൊടുക്കേണ്ടതുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും എൻഡ് കോൾ ചെയ്യാനൊക്കെ എന്തൊക്കെ ആക്ഷൻസ് കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ക്യാമറ കൺട്രോളിന്റെ റിമോട്ടായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പേഴ്സണലൈസ്ഡ് വോളിയം, കോൺവെർസേഷൻ അവയർനെസ്, ലൗഡ് സൗണ്ട് റിഡക്ഷൻ, ഇതൊക്കെ ഇതിന്റെ ഫീച്ചേഴ്സ് ആണ്. അഡാപ്റ്റീവ് ഓഡിയോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, എത്ര വരെ ആയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ആവാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കണക്ട് ടു ദിസ് ഡിവൈസ്, അതായത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവണോ അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിമെമ്പർ ചെയ്തിട്ട് കണക്ട് ആവണോ, അങ്ങനത്തെ കണക്ഷൻ്റെ സാധനങ്ങളൊന്നും സെറ്റ് ചെയ്യാം. സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ഒന്ന് ചെയ്യാം. സ്പേഷ്യൽ ഓഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ റൈറ്റ് സൈഡത്തെ വോളിയം കൂടും, ലെഫ്റ്റ് സൈഡത്തെ വോളിയം കുറയും. ആ രീതിയിലുള്ള ഒരു കണക്ടിവിറ്റി മീൻസ് സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. സ്പെഷ്യൽ ഓഡിയോ സപ്പോർട്ട്, അതേപോലെ തന്നെ സി ഹൗ ഇറ്റ് വർക്ക്സ്, ഇതേപോലെ ആയിരിക്കും. സ്റ്റീരിയോ ഉണ്ടാവും. നമ്മൾ ഹെഡ് തിരിക്കുന്ന അനുസരിച്ച് സൈഡിലേക്ക്, ഓരോ സൈഡിലേക്ക് തിരിക്കുന്തോറും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചാൽ ലെഫ്റ്റത്തെ വോളിയം കുറയും, റൈറ്റ് വോളിയം കൂടും. അത്തരത്തിൽ സ്പെഷ്യൽ ഓഡിയോ വരുന്ന സമയത്തുള്ള വ്യത്യാസം. നമ്മൾ ഏത് സൈഡിലേക്ക് തിരിക്കുന്നോ ആ സൈഡിലേക്കുള്ള വോളിയം കുറയും, അപ്പുറത്തെ സൈഡിലുള്ള വോളിയം കൂടും. അപ്പം നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കറക്റ്റ് മനസ്സിലാവും ട്രൈ ഔട്ട് ചെയ്താൽ. അതേപോലെ തന്നെ മൈക്രോഫോൺ ആയിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് യൂസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ആക്ഷൻ എടുക്കണോ, അല്ലാതെ ഓട്ടോമാറ്റിക്കലി ഇത് സ്വിച്ച് ആവണമെന്നുണ്ടോ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രമോ റൈറ്റ് സൈഡ് മാത്രമോ അങ്ങനെയാണോ ചെയ്യേണ്ടത്, എങ്ങനെ വേണേൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഹെഡ് ഗസ്റ്റേഴ്സ്, നിങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാനും റിപ്ലൈ ചെയ്യാനെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ പിഞ്ച് കൺട്രോൾ വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഗസ്റ്റർ, നിങ്ങൾ അതേപോലെ തല ടോപ്പിലേക്കും താഴേക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ അക്സെപ്റ്റും റിപ്ലൈയും ചെയ്യാൻ പറ്റും. ഡിക്ലൈനും ഡിസ്മിസും ചെയ്യണമെങ്കിൽ സൈഡ് ഏതെങ്കിലും സൈഡിലേക്ക് നിങ്ങൾ തല അനക്കിയാൽ മതി. അതേപോലെ ബാറ്ററി, ഇത് നമ്മൾ ഏത് റീചാർജബിൾ ആയിട്ട് ഡിവൈസും പോലെ തന്നെ 80% ഒരു ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ചാർജ് ആയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരും, അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഫൈൻഡ് മൈ ഡിവൈസ് നമുക്ക് അതേപോലെ മാപ്പ് നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പ്ലേ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കേസിലേക്കും ഇതിലേക്കും സെപ്പറേറ്റ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എത്ര ഡിവൈസസ് നിങ്ങൾക്ക് ആപ്പിളിനുണ്ടോ അത്രയും ഡിവൈസ് ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഡിവൈസ് കൊടുത്തിട്ട് അത് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേസ് സെപ്പറേറ്റ് ഫൈൻഡ് ചെയ്യണം. പ്ലേ സൗണ്ട് കൊടുത്താൽ അത് സൗണ്ട് പ്ലേ ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഫൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാപ്പിൽ നിങ്ങൾ ബ്ലൂടൂത്തിന്റെ അടുത്ത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് എത്ര ദൂരം ഉണ്ടെന്നുള്ള കാണിക്കും. അടുത്തെത്തി കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് ഡിവൈസ് ഓൺ ആയി കഴിഞ്ഞാൽ അടുത്തെത്തി എന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ഫൈൻഡ് മൈ ഡിവൈസ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇയർ ടിപ്പിന്റെ ടെസ്റ്റ്, ആക്സസിബിലിറ്റി കൺട്രോൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഇയർ ടിപ്പ് ടെസ്റ്റ് പറഞ്ഞാൽ നിങ്ങളെ ടിപ്പിൽ ഇത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ മോഡലിന്റെ ഡീറ്റെയിൽസ് അവിടെ കിട്ടും, വാറണ്ടി ഏത് വരെ ഉണ്ട്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെ കൺട്രോൾസ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമ്മുടെ ലിമിറ്റഡ് ചില ബ്രാൻഡുകളുടെ ഒക്കെ ആപ്പിൽ കിട്ടുന്നതിനെക്കാട്ടും അടിപൊളിയായിട്ട് ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഇവര്. എയർപോഡ്സ് ജനറേഷൻ അല്ലെ എയർപോഡ്സ് പ്രോ 3 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആകെ നമുക്ക് ലാക്ക് ആയിട്ട് വരുന്നത് ഇതിൽ നമുക്കൊരു നമ്മൾ എയർപോഡ്സ് 3 ഒരു ഹാർട്ട് ഡിറ്റക്ഷൻ ഫീച്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡ്രൈവറിന്റെ ഈ ഒരു ഇവിടെ നമ്മളെ ഇന്നിയറിലേക്ക് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു സെൻസറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻസറാണ്. അത് എത്രത്തോളം ആൾക്കാർക്ക് കൺസേണിങ് ആണെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇതിൽ വേറെ ഒരു ഫീച്ചർ ഉള്ളത്, ഇതിലും അതിലും ഒരേപോലുള്ള ഫീച്ചറാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പൊ ലൈവ് ട്രാൻസ്ലേഷൻ എന്നാ പറയുക. അപ്പൊ നമ്മളെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ഒരാൾ നമുക്കറിയാത്തൊരു ഭാഷയാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അറിയുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഞാനിത് ആദ്യം വാങ്ങിയ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ പറയാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ശേഷം ഇത് യൂസ് ചെയ്ത് പോലും നോക്കിയിട്ടില്ല. അപ്പൊ ആ ഒരു ഫീച്ചർ അവിടെയുണ്ട്, ഇതിലും ഉണ്ട്. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ആകെ അതിൽ കൂടുതലായിട്ട് നമുക്ക് ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ കിട്ടും. പിന്നെ നമ്മള് ഈ ഒരു ഡിവൈസ് ഇപ്പൊ നമ്മളെ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇന്നിയർ ഡിറ്റക്ഷൻ അതിപ്പോ എല്ലാത്തിലും ഉള്ളതാണ്, അതായത് എടുത്തു പറയാത്തത്. അതാണ് ചെവിന്ന് ഊരി കഴിഞ്ഞാൽ പാട്ട് പോസ് ആവും, ചെവിയിൽ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്ലേ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഇപ്പൊ ഊരി കഴിഞ്ഞു വെച്ചാൽ ഇത് നമ്മളെ കൈയിന്റെ എവിടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് കവറായി നിൽക്കുന്ന ഭാഗത്ത് അത് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പ്ലേ ആവും. പക്ഷേ ആ ഒരു ആക്യുറസി നമ്മളെ എയർപോഡ്സ് പ്രോ 3 കുറച്ചുകൂടെ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കവർ ചെയ്ത് വെച്ചാലൊന്നും ഇതാവില്ല. അപ്പൊ സ്കിൻ ഡിറ്റക്ഷനും കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്രയൊക്കെയാണ് ഇതിന്ന് 3 വരുന്നുള്ള ഇമ്പ്രൂവ്മെന്റ്സ്. സോ എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ എനിക്ക് ഒരു സാധനം യൂസ്ഫുൾ ആയിട്ടുള്ള മെയിൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനും പിന്നെ അത് കൊണ്ടടക്കാനുള്ള എന്താ പറയുക എളുപ്പത്തിനും കൂടിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ബാക്കിയുള്ള ഇതൊക്കെ ആയിട്ട് TWS ഒക്കെ ആയിട്ട് എടുത്തു നോക്കുമ്പം പ്രൈസിലുള്ള ഡിഫറൻസ് പോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്നുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആവും. ANC എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇതിലും വരുന്നുണ്ട്, പക്ഷെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇതിലുള്ളത് വർക്ക് ചെയ്യുക. പക്ഷെ നമ്മൾ
കോളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം ഭയങ്കര അടിപൊളിയായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വയേർഡ് ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓഡിയോ ക്വാളിറ്റി ആയാലും പിന്നെ നമ്മൾ ഫോണിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ആയാലും പിന്നെ ചാർജ് ചെയ്യുന്ന കേസായാലും ഭയങ്കര ബെനിഫിഷ്യൽ ആണ് എനിക്ക് വയേർഡ്. അതുപോലെ തന്നെ ആപ്പിൾ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വയേർഡ് ആണോ വയർലെസ് ആണോ ഇഷ്ടം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങളൊരു ജനറേഷൻ 1 യൂസർ ആണെങ്കിൽ 2 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എക്സ്ട്രാ വരുന്നത് ANC വരുന്നുണ്ട്. അതൊരു ഭയങ്കര അപ്ഡേറ്റ് തന്നെയാണ്. അപ്പൊ നിങ്ങളൊരു എയർപോഡ്സ് പ്രോ ജനറേഷൻ 1 യൂസർ ആണെങ്കിൽ നിങ്ങൾ 2ലേക്ക് അപ്ഡേറ്റ് ചെയ്താലും 3ലേക്ക് അപ്ഡേറ്റ് ചെയ്താലും ഇറ്റ്സ് ആൻ ആഡ് ഓൺ. ഇപ്പൊ നിങ്ങൾ 3ലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ. പക്ഷെ നിങ്ങളതിൽ ബഡ്ജറ്റ് കുറച്ച് കുറവാണെങ്കിൽ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്തായിരിക്കും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ജനറേഷൻ 1 യൂസർ ആണെങ്കിൽ ജനറേഷൻ 3ലേക്ക് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2 മതി എത്ര ഉള്ളൂ ബഡ്ജറ്റ് വെച്ചാൽ 2ലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈസ്, ഈ ഒരു ഡിവൈസ് ഇറങ്ങിയ സമയത്ത് 20,000 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ പ്രൈസ് ഉണ്ടായത്, 23 ആ റേഞ്ചൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ഇതിന് ഓഫർ പ്രൈസിൽ ഞാൻ ഈ ഒരു സാധനം എടുത്തിട്ടുള്ളത് 15,000 സംതിങ്ങിനാണ് ഞാൻ ഈ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്തത്. അപ്പൊ ആ ഒരു പ്രൈസിന് നമുക്ക് വേണമെങ്കിൽ 5,000 ഒരു TWS എടുക്കാം, 5,000 ഒരു അടിപൊളി ഫോണ് മീൻസ് നമ്മുടെ എന്താ പറയാ സ്മാർട്ട് വാച്ച് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമുക്കൊരു ആപ്പിളിലെ സാധനം ഡിവൈസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രീമിയം ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും ഞാൻ ഈ ഒരു പ്രൈസിന് ഇത് മേടിച്ചത് എനിക്ക് വേർത്തായിട്ട് തോന്നി ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ. പിന്നെ നമുക്കൊരു കേസ് എന്തായാലും മേടിച്ച് യൂസ് ചെയ്യണം. അപ്പം നമുക്ക് ഈ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ ഇഷ്ടമാവും. പക്ഷെ അത് മാത്രം കണ്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഏജ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അല്ല ഇതിന്റെ മേലെ സ്മഡ്ജസും പിന്നെ യെല്ലോ ഫെയ്ഡ് കളേഴ്സ് അങ്ങനത്തെ നമ്മൾ കയ്യിലൊക്കെ എന്തായാലും ഇതിന് മേലേക്ക് പിന്നെ അത് പോവുക പോലും ഇല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കേസ് മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾക്ക് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷനും പിന്നെ അതേപോലെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഭയങ്കര ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓവർ ദി ഇയർ ഹെഡ്ഫോൺ അല്ലെ സോണീൻ്റെ ഹെഡ്ഫോൺസ് ഒക്കെ മേടിക്കുക. XM4 ഒക്കെ അല്ലേ ഓവർ ദി ഇയർ, XM5 ഈ അടുത്ത് റിലീസ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ നമ്മളെ സാംസങ് എയർബഡ്സ് 2 ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിലും കിഡിലായിട്ട് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആപ്പിൾ എക്കോസിസ്റ്റത്തിലേക്ക് വരണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ഒരു ജനറേഷൻ 1 യൂസറാണ്, അപ്ഡേറ്റ് ചെയ്യണം, അങ്ങനത്തെ കേസിലൊക്കെയാണ് ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ടു ബൈ എയർപോഡ്സ് ജനറേഷൻ 2 അല്ലെങ്കിൽ എയർപോഡ്സ് പ്രോ 2 എന്ന് പറയുന്നത് നല്ലൊരു അപ്ഡേറ്റ് ചെയ്യാനായിരിക്കും. ഇറ്റ്സ് വാല്യൂ ഫോർ ദാറ്റ് മണി അല്ലെങ്കിൽ ഫോർ ദാറ്റ് പ്രൈസ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. കാരണം നമുക്ക് ഇത് കൊണ്ടുനടക്കുക, പിന്നെ നമ്മൾ സ്റ്റൈലിഷ് ആ ഒരു സാധനത്തിന് വേണ്ടി മാത്രം ഈ സാധനം എടുക്കാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു സ്റ്റൈലിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളൊരു എയർപോഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം സാധനം ബാക്കിയുള്ളവർക്ക് കൂടെ സ്റ്റേറ്റസ് കാണിക്കാൻ വേണ്ടി ഒരിക്കലും ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ ഒരുപാട് ചാത്തൻ നല്ല ക്ലീൻ കട്ട് കോപ്പീസ് ഇപ്പം ഇറങ്ങുന്നുണ്ട്. അപ്പം ആ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പോലും പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഓരോ സാധനം എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ റീലായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടെ നിങ്ങൾ ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ക്ലീൻ കട്ട് ചാത്തൻ യൂസ് ചെയ്താലും ഇതേപോലെ തന്നെയാണ് കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മളെ ഓഡിയോ ക്വാളിറ്റി ഒക്കെയാണ് ആ ഒരു വ്യത്യാസം ഉണ്ടാവുക. ANC എന്നൊക്കെ അതിൽ സപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നല്ലാതെ അതിലൊന്നും ഈ ഒരു ലെവൽ ഓഫ് ANC ഒന്നും അതിലുണ്ടാവില്ല. അപ്പം അതൊക്കെയാണ്. അപ്പം നമ്മളെ ഓഡിയോ ക്വാളിറ്റി ആണ് നിങ്ങളെ മെയിൻ സാധനം എന്നുണ്ടെങ്കിൽ ഇതിലും ബെറ്റർ ഒരുപാട് ബെറ്റർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട്, അത് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആപ്പിൾ എക്കോസിസ്റ്റത്തിൽ വരണം, ഈ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു സാധനം സജസ്റ്റ് ചെയ്യാം, ഒരു അപ്ഡേറ്റ് ആയിട്ട് മാത്രം. അതല്ലാതെ ഞാൻ ഒരിക്കലും ഒരു ഓഡിയോ ഡിവൈസ് ആയിട്ട് പ്യുവർലി ഓഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു ഡിവൈസ് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. യു ക്യാൻ ഗോ ഫോർ IEMs. നിങ്ങൾക്ക് ഒരു മ്യൂസിക് ലവർ ഒക്കെയാണ് IEMs ആയിരിക്കും ബെറ്റർ. സോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ആഡ് ഓൺ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ മൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻ സം കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മൈക്കായിട്ട് യൂസ് ചെയ്യാം ആപ്പിൾ ഡിവൈസ് ആണെങ്കിൽ. അത്രയൊക്കെ ഉള്ളൂ ഇതിൽ വരുന്ന ആഡ് ഓൺ ഫീച്ചേഴ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ചിപ്സെറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും ഓൾറെഡി അറിയാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് H1 ചിപ്സെറ്റ് ആണ് ഹെഡ്ഫോൺസിൽ വരുന്നത്, C1 ചിപ്സെറ്റ് അല്ല U1 ചിപ്സെറ്റ് ആണ് നമുക്ക് ഇതിൽ കേസിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഹാർഡ്വെയർ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് റിവ്യൂ, ഇതിന്റെ മുഴുവൻ സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസ് ഫേംവെയർ ഡീറ്റെയിൽസ് ഒക്കെ അറിയണ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ഞാൻ മുന്നേ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്റെ
ട്രൂലി ബേസ്ഡ് ലൈഫ് ഇവൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു 6 to 7 മന്ത്സിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ. അപ്പം എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് കണക്ടിവിറ്റി ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ചില സമയത്തൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരു ഗ്ലിച്ചൊക്കെ അടിക്കാറുണ്ട് കേട്ടോ. ഫുൾ ടൈം നമുക്ക് എപ്പോഴും ഒരു 100% എഫിഷ്യൻ്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്യില്ല. ചാർജിങ് ആണെങ്കിലും ഒരു 2 hours ഒക്കെ ചാർജ് 2 hours ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ചാർജ് 2 hour വേണ്ട 1 hour ഒക്കെ എടുത്താൽ മതി. അവനെ കുത്തിയിട്ടിട്ട് എപ്പോഴും നമ്മൾ നോക്കിക്കാനൊന്നും പറ്റില്ല. മാക്സിമം ഒരു 1 hour ഒരു 500 mAh ഒക്കെ 1 hourന്റെ ഉള്ളിലൊക്കെ ചാർജ് ആക്കി കിട്ടും. നിങ്ങളൊരു 5 minute ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ തന്നെ ഒരു അരമണിക്കൂറൊക്കെ കേൾക്കാനുള്ള ഒരു ബാറ്ററി നിങ്ങൾക്ക് ഈ ഡ്രൈവേഴ്സിൽ മീൻസ് നമ്മുടെ ഈ ഒരു സ്പീക്കേഴ്സിൽ കിട്ടും. ഇതിൻ്റെ ക്വാളിറ്റി ആയാലും എനിക്ക് അടിപൊളിയാണെന്നേ പറയാനുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ്. ഇത്രയും സാധനം എൻ്റെ ട്രൂ ലൈഫിൽ നിന്ന് ചെത്തിയെടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസർ ആണ്, മീൻസ് എയർപോഡ്സ് ജനറേഷൻ 2 അല്ല എയർപോഡ്സ് പ്രോ 2ന്റെ യൂസറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും ഡിവൈസ് ഇതിലും കിട്ടുകയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡ്രോബാക്ക് ഉണ്ടോ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് കൂടെ അറിയാൻ പറ്റും. ഇതിന് എനിക്ക് വേറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയാത്തത്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായ കുറേ അനുഭവങ്ങളാണ്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഭയങ്കര ലെങ്ത് ആയി പോയെന്ന് എനിക്കറിയാം. ഇത് ഒരു റോ സാധനമാണ്. ഇതിൽ കൂടുതൽ ഞാൻ ആഡ് ഓൺ ആയിട്ടോ ഡ്രാമ ആയിട്ട് അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ റോ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും, ബാക്കിയുള്ളവർക്കും അറിയാൻ പറ്റും. സോ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ഫ്രം ലെറ്റ്സ് ടോക്ക് മോർ ടെക്.